ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവുവിന്റെ പയ്യൻ ആരാണ്, ദേവുവിന്റെ കാമുകൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രേവതിക്ക് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രേവതി അറിഞ്ഞിരിക്കുകയാണ് അരുണിന്റെ ആ വീഡിയോ നമ്മുടെ സച്ചിയാണ് സോഷ്യൽ മീഡിയ വഴി വൈറലാക്കിയതെന്ന്. ഇത് കേട്ടത് എന്തിന്റെ കേടായിരുന്നു സച്ചിയേട്ടൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ സച്ചിയേട്ട ഇതിനിപ്പം വൈരാഗ്യവും വാശിയും കൂടി വരികയല്ലേ ഉള്ളൂ സച്ചിയേട്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ രേവതി ചെയ്യേണ്ടത്? അവനെ എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. ഇല്ലാത്ത കേസിനാ അവൻ എന്നെ എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് നിനക്കറിയത്തില്ലേ? അതൊക്കെ ശരിയാ സച്ചിയേട്ടാ, അതൊക്കെ എനിക്കറിയാം. എങ്കിലും വേണ്ടായിരുന്നു. ഒരാളുടെ ജോലി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സച്ചിയേട്ടാ ചെയ്യുന്നത്? നമ്മുടെ വരുമാന മാർഗം നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ ജോലിയൊന്നും പോകത്തൊന്നുമില്ല. ഏതായാലും സസ്പെൻഷൻ ആണെങ്കിൽ ഒരു 2 മാസമോ 3 മാസമോ ഒക്കെ അല്ലേ. അവൻ പഠിക്കട്ടെ. കാരണം അവൻ കാണിക്കുന്ന കന്നന്തിരിവിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാ രേവതി ഇത്. എന്തൊക്കെയാണെങ്കിലും എന്തോ സച്ചേട്ടാ, എനിക്ക് കേട്ടിട്ടൊരു സമാധാനമില്ല. ഇനിയും സച്ചേട്ടനോട് ചിലപ്പം അയാൾക്ക് ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ ഇനി എന്തിനേലും വരില്ലേ, അവർ പുറകെ നടന്ന് ശല്യം ചെയ്യില്ലേ? അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ പോരായിരുന്നോ സച്ചേട്ടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, രേവതി നിർത്ത്, ഞാൻ ഏതായാലും ചെയ്തു. എനിക്കപ്പം തോന്നി, ഞാൻ ഈച്ചയോട് പറഞ്ഞപ്പോൾ ഈച്ചയും പറഞ്ഞു വേണ്ടെന്ന്. പക്ഷേ എനിക്കപ്പം തോന്നി അത് ദൈവം എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പം അതൊക്കെ പോട്ടെ സച്ചേട്ടാ, അതൊക്കെ ഇനി എന്തെങ്കിലും ആവട്ടെ. ദേവു ഇന്നെന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദേവു എന്തിനാ വിളിച്ചത്? ദേവുവിൻ്റെ കാര്യം ഞാൻ സച്ചേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? ദേവുവിനൊരു പയ്യനെ ഇഷ്ടമാണെന്ന്. അവൾക്ക് ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോകാൻ വയ്യ, ഉടനെ തന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഉടനെ തന്നെ വിവാഹം വേണം, അവൻ്റെ വീട്ടുകാർക്കും അതിനോട് തന്നെയാണ് താല്പര്യം എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് സച്ചേട്ടനും രേവതിയും വന്ന് എൻ്റെ ചെക്കനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ അവൾ അങ്ങനെ പറഞ്ഞോ? ഓഹോ, അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഒരു കല്യാണം പൊടിക്കൂല്ലോ രേവതി എന്ന് പറഞ്ഞപ്പം പൊടിക്കണം സച്ചേട്ടാ, പൊടിക്കണം അവളുടെ കല്യാണം. ഞങ്ങൾക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട്, എനിക്കും ശരത്തിനും അമ്മയ്ക്കും ഒക്കെ. അവളുടെ കല്യാണം അതിഗംഭീരമായിട്ട് നടത്തണം. അറിയാലോ, അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, സച്ചേട്ടനെ പോലെ ഒരാളെ കിട്ടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ ഒരു കല്യാണം നടന്നത് കൊണ്ടാണല്ലോ എനിക്ക് സച്ചേട്ടനെ കിട്ടിയത്. പക്ഷെ എന്തോ അച്ഛൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വിവാഹം അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ദേവുവിൻ്റെ വിവാഹം നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അത് ഞാൻ ഏറ്റു രേവതി, ഞാനല്ലേ മുമ്പിൽ നിർത്തിയെല്ലാം മുൻകൈ എടുത്തെല്ലാം നടത്താൻ പോകുന്നത്. എനിക്കൊരു അനിയനെ കിട്ടാൻ പോവല്ലേ. ഇനി ഒരു അനിയന് ശരത്തിനെ കിട്ടി, അതുപോലെ തന്നെ എനിക്കൊരു അനിയനെയും കൂടെ കിട്ടാൻ പോകുക. എന്താണല്ലേ ഓരോരോ ബന്ധങ്ങൾ ഇങ്ങനെ കൂടി വരികയല്ലേ. എന്തിനും ഏതിനും നമുക്ക് കൂട്ടിനൊരു ബന്ധം കൂടെ കിട്ടാൻ പോവല്ലേ. അപ്പം പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അടിപൊളിയായിട്ട് തന്നെ രേവതി ഒരു കുറവുമില്ലാതെ നല്ല ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഈ വിവാഹം അങ്ങ് നടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടനുള്ളതാ എൻ്റെ ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എനിക്കറിയാം സച്ചേട്ടൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാം നടക്കും സച്ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് ദേവുവിനും ഒരു ധൈര്യം, മനസ്സിനൊരു ധൈര്യം. ഇനിയിപ്പം മുന്നിൽ നിന്ന് കല്യാണം നടത്താൻ സച്ചേട്ടനും ശരത്തും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് ഞങ്ങളുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ കിടന്ന് തുഴയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി, നീ പേടിക്കുമൊന്നും വേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എല്ലാവിധ സപ്പോർട്ടിനും ഞാൻ കൂടെയുണ്ട്. നമുക്ക് നാളെ രാവിലെ ഒരു കാര്യം ചെയ്യാം, നേരെ അവളുടെ ചെക്കനെ കാണാനായിട്ട് പോകാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാം പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു സന്തോഷ വാർത്ത ഇവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ, നമ്മുടെ ദേവുവിനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഒന്ന് പുറത്ത് പോകണം, ആ ചെക്കനെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ നമ്മുടെ ദേവുവിനോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവുവിന് അല്ല, നല്ല ചെക്കൻ തന്നെയാണോ, നല്ല ബന്ധമാണോ, എല്ലാം നോക്കിയും കണ്ടു വേണം വിവാഹം നടത്താനായിട്ട് എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അച്ഛാ, അത് നോക്കിയും കണ്ടും മാത്രമേ നടത്തത്തുള്ളൂ. പിന്നെ ഇത് അവർക്ക് ഇഷ്ടമുള്ളൊരു ചെക്കനാണ്, അവളായിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞത്, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, രണ്ടുപേര് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നതിൽ ഇപ്പം തെറ്റൊന്നും ഇല്ലല്ലോ രേവതി. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഇവിടെ തന്നെ കണ്ടില്ലേ, വർഷയും ശ്രീകാന്തും അവർ വിവാഹം കഴിച്ചിട്ട് അവർക്കിടയിൽ എന്താ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ വിവാഹം പ്രേമിച്ച് കഴിച്ചാലും അറേഞ്ച് ചെയ്ത് കഴിച്ചാലും എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട്. ഇപ്പം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരെല്ലാം മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ
മാതാപിതാക്കളൊക്കെ വിവാഹം നടത്തി കൊടുത്ത് അറേഞ്ചായിട്ട് കല്യാണം കഴിച്ചിട്ടും നന്നായിട്ട് ജീവിക്കുന്നെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അതൊക്കെ പിന്നെ ദൈവത്തിൻ്റെ ഓരോരോ വിധികളാണ്. ഏതായാലും അവൾക്ക് ഇഷ്ടം ഏതാണോ അത് തന്നെ നടത്തി കൊടുക്കുക എന്ന് പറയുകയാണ്. ഏതായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ രേവതിക്കും സച്ചിക്കും, ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ദേവു നേരെ ഫോൺ വിളിച്ച് പറയാണ്, നമ്മുടെ അരുണിനോട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിക്കുകയാണ്. അതേ അരുണേട്ട, ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നാളെ ഒരു കാര്യം ചെയ്യണം, അരുണേട്ടൻ വരണം, അരുണേട്ടനെ കാണാൻ എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ ഭർത്താവും കൂടെ വരുന്നുണ്ട്. ഏതായാലും അവർക്ക് അരുണേട്ടനെ ഭയങ്കര ഇഷ്ടമാകും, എനിക്കറിയാം. ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ എത്രത്തോളം നല്ലതാണ് എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അരുണേട്ടനെ ഇഷ്ടമാകും. അപ്പോൾ ഈ വിവാഹം നമുക്ക് ഉടനെ നടത്താം. ഞാനിത് വീട്ടിൽ പറഞ്ഞു. ഇനി അമ്മയോടും ശരത്തിനോടും മാത്രം പറഞ്ഞാൽ മതി. ആദ്യം വന്ന് രേവതി ചേച്ചിയും സച്ചിയേട്ടനും രേവതി ചേച്ചി എന്ന് പറയുന്നില്ല, എൻ്റെ ചേച്ചിയും ചേട്ടനും കാണട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാൻ നാളെ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ഇന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട്, ദേ വരുമ്പം കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ഓൾറെഡി സ്മാർട്ടല്ലേ ദേവു എന്ന് പറയുമ്പോൾ, സ്മാർട്ടാണ് ശരിയൊക്കെയാണ്, എന്നാലും എൻ്റെ ചേച്ചിക്കും ചേട്ടനും കൂടി ഇഷ്ടപ്പെടണമല്ലോ. എനിക്കറിയാം നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ ചേച്ചിക്കും ചേട്ടനും ഇഷ്ടമാകും, നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാകും, എല്ലാം ഇഷ്ടമാകും. നിങ്ങളെപ്പോലെ നല്ലൊരു സ്വഭാവമുള്ളൊരു മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈയിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ എന്നെ പുകഴ്ത്തി പറയുകയാണോ? അതേ, എൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നും അല്ല കേട്ടോ, അറിയാലോ. ഞാൻ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, സസ്പെൻഷനായിട്ട് വീട്ടിലിരിക്കുകയാണ്. നല്ല സ്വഭാവം അല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ സസ്പെൻഷനായിട്ട് ഇപ്പം വീട്ടിലിരിക്കുന്നതെന്ന് പറയുമ്പം, ഏയ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അരുണേട്ടൻ നല്ലത് തന്നെയാണ്, നല്ല ക്യാരക്ടർ തന്നെയാണ്. ഏതോ ഒരുത്തനെടുത്ത് വാശിക്കും വൈരാഗ്യത്തിനും വേണ്ടിയല്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അയാളാണ് മഹാവൃത്തികെട്ടവൻ. അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ ജോലിയൊക്കെ ഇങ്ങനെ കളയോ? ഓ, അയാൾ കൊള്ളരുതാത്ത ഒരുത്തൻ തന്നെ ആയിരിക്കും. അത് പിന്നെ അരുണേട്ടൻ്റെ കുറ്റം കൊണ്ടൊന്നും അല്ല അരുണേട്ടൻ അതൊന്നും ഓർത്തിട്ട് അതൊന്നും ഇങ്ങനെ പറഞ്ഞ് നടക്കുമൊന്നും വേണ്ട. അരുണേട്ടൻ്റെ സ്വഭാവം നല്ലത് തന്നെയാണ്. പിന്നെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ഹെൽമെറ്റ് വെക്കുവോ ഫോൺ വിളിക്കുവോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ എടുത്ത് ഓടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായി പോകും. അയാളോട് പോയി പണി നോക്കാൻ പറ. ഇപ്പം 5 മാസം സസ്പെൻഷനായിട്ടിരുന്നാൽ എന്താ കുഴപ്പം? അതിനിപ്പോൾ എന്നെ ഒരു പ്രശ്നമില്ല. അരുണേട്ട, വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് ലീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഹണിമൂണിനൊക്കെ പോകാനും ഒക്കെ ലീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ആ ശരിയാ നീ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹണിമൂണൊക്കെ പോകാനെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഫോണിൽ കൂടെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശരത്ത് വരുന്നത്. ശരത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സംസാരം. സ്വാഭാവികമായിട്ടും ഒരാളുടെ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭാവം കൊണ്ട് അയാൾ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കുന്നത്, അതായത് അമ്മയോട് സംസാരിക്കുന്ന ഒരു മുഖത്തിൻ്റെ ഒരു രീതി, അതുപോലെ അച്ഛനോട് സംസാരിക്കുന്നത്, കാമുകനോട് സംസാരിക്കുന്നത്, ഭർത്താവിനോട് സംസാരിക്കുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരത്തിന് ഏകദേശമൊക്കെ പിടികിട്ടി കേട്ടോ. ശരത്ത് പതുക്കെ വന്നപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഞാൻ ഫോൺ വെക്കാട്ടോ എന്ന് പറഞ്ഞ് കട്ടും ചെയ്തും, എന്താടി എന്നല്ല, എന്താ ചേച്ചി കാണിക്കുന്നത് എന്നിങ്ങനെ ശരത്ത് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. ഈ പാതിരാത്രിയാണോ ഫോൺ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിയോട് പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ രാപ്പകലില്ലാതെ ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ നല്ല വഴി നടക്കണം എന്നൊക്കെ. എന്നിട്ടിപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്നവർ തന്നെ നേർവഴി അല്ലല്ലോ നടക്കുന്നത്. എനിക്കറിയാം. അതെ, എനിക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. മാത്രമല്ല അമ്മയ്ക്കും മനസ്സിലാകും. അമ്മ രാവിലെയും ചേച്ചിക്ക് വാണിങ് തന്നതാണ്. ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാനത് രേവതി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ പോയി പറഞ്ഞു കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും എന്താടി എടാ, നീ പോയി പറഞ്ഞു കൊടുക്കടാന്നോ? ചേച്ചീനെ ഞാൻ ഇത്ര നേരം വിളിച്ചതാന്നോ? അതുകൊണ്ട് എന്നെ എടീന്ന് വിളിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിന്നെപ്പോലെ ഞാൻ കുഴിയിലൊന്നും ചെന്ന് ചാടാൻ പോകുന്നില്ല ശരത്തെ. നീയല്ലേ കുഴിയിൽ ചെന്ന് ചാടിയത്? ആന്റണി വിരിച്ച വലിയ കുഴിയിൽ. അങ്ങനെയൊന്നും ഞാൻ പോയി ചാടത്തില്ല. ഞാൻ ചാടുന്നുണ്ടെങ്കിൽ അത് നല്ല സൂപ്പർ കുഴി തന്നെ ആയിരിക്കും. നിന്നെപ്പോലെ മണ്ണിട്ട് മൂടേണ്ടി ഒന്നും വരില്ല ഞാൻ കുഴി ചാടി കഴിഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ പൊന്നു കൊച്ചേർക്കാൻ നീ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? ചേച്ചി അല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മോൻ വിട്ടുപോക്കോ, ഏതായാലും നാളെ ഞാൻ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് ശരത്തേ, ഇതെന്ത് പറ്റി ചേച്ചി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ശരത്തേ, ഇതെന്താ ഇങ്ങനെ ദേവു എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ലക്ഷ്മി വന്നിട്ട്, എന്താ ദേവു ഇത്, നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? നീ എന്താ ഈ കാണിക്കുന്നത്? നീ കടന്ന് പാതിരാത്രി ഫോൺ വിളിയും അതും ഇതുമൊക്കെയാണല്ലോ, ഇതുവരെ ഇല്ലാത്ത സ്വഭാവമാണല്ലോ നിനക്ക്. നീ ചെയ്യുന്ന അത്രയ്ക്ക് നല്ല കാര്യമാണെന്നാണോ നീ പറയുന്നത്? നിനക്കൊരു ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്റെ അനിയനാന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ചോദ്യം ചെയ്യത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അങ്ങനെ ആരും എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട, ഞാൻ ആരെ പോലും കുഴിയിൽ പോയി ചാടത്തില്ലെന്ന് അവനോടിപ്പം ഞാൻ പറഞ്ഞത്. അമ്മയോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, രേവതി എങ്ങാനും ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ ഫോൺ വിളി കൂടുന്നുണ്ട് കുറച്ച്.
ആരാടി നിന്നെ എപ്പോഴും എപ്പോഴും ഫോൺ വിളിക്കുന്നത്, ഏത് പയ്യനെയാടി നീ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഏത് പയ്യനെ വിളിച്ചാലും ആ പയ്യനെ ആയിരിക്കും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതും കൊണ്ട് പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്കാർക്കും പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ വിവാഹമോ, എന്താ എന്താ ദേവു പറയുന്നത്? അതെ, ഒന്നുമില്ല. ഏതായാലും ഇന്നും കൂടെ എൻ്റെ ഈ പുന്നാര അമ്മ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് നാളെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ അമ്മയോട് പറഞ്ഞു തരാം. ഏതായാലും ഈ മോള് അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കി വെക്കത്തില്ലെന്ന് അമ്മയ്ക്കൊരു വിശ്വാസമില്ലേ? ആ വിശ്വാസം പോയിട്ടൊന്നുമില്ല. ആ വിശ്വാസം ഇപ്പോഴും അമ്മ കൈ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരിക്കലും ദോഷം ഉണ്ടാകുന്ന രീതിയിലൊന്നും ചെയ്യത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അറ്റത്ത് എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ അനിയനും ഒക്കെ തന്നെ കാണും. അല്ലാതെ ഒരിക്കലും ഞാൻ ആരെയും വിട്ട് എങ്ങോട്ട് ഓടിപ്പോവുകയോ ദോഷം ഉണ്ടാക്കി വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ പ്രോമിസ് എൻ്റെ അച്ഛനാണേ സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിന് എന്ത് പറ്റി, ഇത് എന്തോ ഉണ്ടല്ലോ എന്ന് നമ്മുടെ ലക്ഷ്മിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും നേരം പരപരാ വെളുത്തു വന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മുടെ രേവതി രാവിലെ എണീറ്റിട്ട് പൂ കെട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓർഡർ എടുക്കാൻ പോകണമല്ലോ, പൂ കുറേ ഓർഡർ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ പൂവൊക്കെ എടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് തിരക്കും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ദേവുവിൻ്റെ ചെക്കനെ കാണാൻ പോവേണ്ടത്. അങ്ങനെ നമ്മുടെ അരുണിൻ്റെ അമ്മയോട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അമ്മേ ഇന്ന് എന്നെ കാണാനായിട്ട് ദേവുവിൻ്റെ ചേച്ചിയും ചേട്ടനും വരും, ഞാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോനെ നിന്നെ ആർക്കാ മോനെ ഇഷ്ടപ്പെടാത്തത്? നീ എൻ്റെ മോനല്ലേ, ഞാൻ വളർത്തിയ എൻ്റെ മോനല്ലേ, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാകും. ഒന്നൊന്നും പറയാൻ പോകുന്നില്ല. മോന് ധൈര്യമായിട്ട് പൊക്കോ, പ്രാർത്ഥിച്ച് പൊക്കോ, അച്ഛനെ മനസ്സിൽ വിചാരിച്ച് മോൻ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അരുണിനെ അനുഗ്രഹിച്ച് വിടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ദേവു ആണെങ്കിൽ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാണ് ഇന്ന് പോകുന്നത്. അപ്പം ദേവു ഇങ്ങനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പെണ്ണെ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശരത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി എന്താ ഒളിച്ചോടി പോകാൻ വല്ല ഉദ്ദേശമുണ്ടോ ചേച്ചിക്ക്? ഒളിച്ചോടി പോകുമല്ലോ ആണോ ചേച്ചി? അല്ല ഇതുപോലെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഒളിച്ചോടി പോകാനേ നീ അല്ലാട്ടോ, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ശരത്തല്ല ദേവും പോവുകയാണ്. അങ്ങനെ രേവതിയും സച്ചിയും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ സച്ചിയും രേവതിയൊക്കെ നല്ല ഒരുക്കവും കാര്യങ്ങളും ഒക്കെയാണ്. ദേവുവിൻ്റെ ചെക്കനെ കാണാൻ പോവുമല്ലേ. അപ്പോൾ ചെക്കനെ കാണാൻ പോകുമ്പോഴത്തേക്കും അങ്ങനെ ചുമ്മാ പോയാൽ പറ്റുമോ? ആദ്യമായിട്ട് കാണാൻ പോകുന്നതല്ലേ. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, എടി ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വരിക, അനിയനെ കാണാൻ പോകുന്നതിൻ്റെ തിടുക്കത്തിലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ആദ്യമായിട്ട് കാണാൻ പോകുമല്ലേ, അല്ല നീ വിളിച്ചായിരുന്നോ, അവരവിടെ നിന്ന് ഇറങ്ങുമോ, അതോ നീ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല സച്ചിയേട്ടാ, അമ്മയോടൊന്നും പറയല്ലെന്ന് അവൾ പറഞ്ഞായിരുന്നു, നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് അമ്മയോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊന്നും കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണോ, ഏതായാലും നീ പെട്ടെന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂടെ ഇറങ്ങി പോവുകയാണ് അവരെ കാണാനായിട്ട്. ഏതായാലും ഇനി ഇതിൻ്റെ ഇടയിൽ വലിയ ട്വിസ്റ്റ് നടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഒരു വലിയ പ്രമോവിശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രമോവിശേഷവുമായിട്ട് നമ്മൾ നാളെ രാവിലെ വരും കേട്ടോ. അതായത് നാളെ രാവിലെയോ നാളെ ഉച്ചയ്ക്കോ ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോ ചെയ്യാമേ, ഉറപ്പായിട്ട് നമ്മൾ വരുവേ നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട്. അപ്പം മറക്കാതെ കാണുക. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല, ഞാൻ കുറച്ചും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലത്തില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇന്നലെ നമുക്ക് പ്രമോ വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ലേ. അപ്പം ഇവിടെ കറണ്ട് പോയി, അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ. ഭയങ്കര മഴയും ഇടിയൊക്കെയാണ് നമ്മുടെ ഇടുക്കിയിലല്ല എല്ലാ ജില്ലയിലും അതിരൂക്ഷമായി ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും സേഫൊക്കെ ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.